മുന്നാടുക്ക്. ഓക്കെ, റൂൾസ് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ റൗണ്ടില് ജ്യൂസ് മാത്രമാണ്. എല്ലാരും 6 ഗ്ലാസ് വെച്ച് ജ്യൂസ് കുടിക്കണം. 3 ഗ്ലാസ് പൈനാപ്പിളും 3 ഗ്ലാസ് വാട്ടർമെലൺ. കേൾക്കുന്നുണ്ടോ? ആദ്യത്തെ റൗണ്ട്, ഫസ്റ്റത്തെ റൗണ്ട്. രണ്ടാമത്തെ റൗണ്ട് ബർഗറാണ്. ഓക്കെ, 25 ബർഗർ ഉണ്ട്. അപ്പൊ ഒരാള് ജ്യൂസ് ഒരുമിച്ച് കുടിക്കണോ? പറയട്ടെ, ആ ജ്യൂസ് 6 ഗ്ലാസ് ഒരുമിച്ച് കുടിക്കണം ഫസ്റ്റ്. എന്താ പറ്റൂലേ? നമുക്ക് ഫുഡിന്റെ കൂടെ പിന്നെ അപ്പൊ എന്താ ചെയ്യണ്ട? ഒരുമിച്ചാക്കണം. ഓക്കെ, എന്നാ ജ്യൂസും ബർഗറും ഒന്നിച്ചാക്കുന്ന. ഏറ്റവും കൂടുതൽ ജ്യൂസും കുടിക്കുന്ന ആളും ബർഗർ. ഓക്കെ, അങ്ങനെ മതി. ഏറ്റവും കൂടുതൽ ജ്യൂസും ബർഗറും കുടിക്കുന്നൊന്നും ചെയ്യുന്ന ആള് ജയിക്കും. ഓക്കെ ഓക്കെ, റെഡിയല്ല? ഓക്കെ, റെഡി. അപ്പൊ റൂൾസ്: ഒരു ബർഗർ എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തിന്നണം. ബാക്കി വെക്കാൻ പറ്റില്ല, കഷ്ണാക്കാൻ പറ്റില്ല, കഷ്ണം കടിച്ചിട്ട് വെക്കാൻ പറ്റില്ല, ഫുള്ള് തോന്നണം. ഓക്കെ, ജ്യൂസ് ഫുള്ളായിട്ട് ബാക്കി ഉണ്ടാവും. ഇത്ര പോലും ബാക്കി ഉണ്ടാൻ പറ്റില്ല. മാറണം അങ്ങോട്ട്. ഞാൻ മമ്മൂനെ വോട്ട് ചെയ്യും. ജ്യൂസും കുടിക്കും. അത് മതി. ഒരു 2 ബർഗർ കൂടി മതി. ബർഗർ വൺ ഹാൻഡ് എന്ന് പറയുന്നുണ്ട്. അതെന്താ വൺ ഹാൻഡ്? ഒരു കൈനെ കൊണ്ട് വന്നാ? ബർഗർ അങ്ങനെ ഒരു കൈനെ കൊണ്ട് വന്നാ? അതായതില്ലേ മാവിടാൻ പറ. ഇതില് കൗണ്ട് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആരാ തിന്നുന്ന ഒരു ജയിച്ച്. ഇത് തീർന്നു കഴിഞ്ഞാൽ ആരാ കൂടുതൽ തിന്നത് മനസ്സിലാവില്ല. ഓരോരുത്തര് നീ അവന് 5000 രൂപ കൊടുക്കാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് നീ കൂടുതൽ അങ്ങനെയുണ്ട്. എടാ ചാറ്റ് മൊത്തം എല്ല് വരുന്നടാ. പരിപാടി തുടങ്ങണോടാ. അല്ലടാ അങ്ങനെ മുന്നു ആടേക്ക് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് അവിടെ കുറെ അഭിപ്രായങ്ങളായാൽ ശരിയാവില്ല. ഞാൻ പറയുന്നതാണ് റൂൾസ്, മനസ്സിലായോ? ഞാൻ പറയുന്നതാണ് റൂൾസ്. അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ജ്യൂസും ബർഗറും ഫസ്റ്റ് റൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷവായി ആക്കാം. ഓക്കെ, ഇപ്പൊ തുടങ്ങാൻ പോകുന്നത് ജ്യൂസും ബർഗറും എങ്ങനെ വേണമെങ്കിൽ ഏത് ഓർഡറിൽ വേണമെങ്കിൽ കുടിക്കാം. ജ്യൂസ് കുടിച്ചിട്ട് ബർഗർ തിന്നാലും ബർഗർ കുടിച്ച് ജ്യൂസ് കുടിക്കാം. വാട്ടവർ. ഒരാളും തിന്നുന്നത് എണ്ണും, ഒരാളും കുടിക്കുന്ന എണ്ണും. നീ ഇവന്റെ എണ്ണണം, ഞാൻ മമ്മൂന്റെ എണ്ണും, മുനു ഇവന്റെ മുഷറഫിന്റെ എണ്ണണം. ഓക്കെ ഓക്കെ, ഓക്കെ 3 ബർഗർ അല്ലേ? 3 2 1 ഗോ. അങ്ങനൊന്നില്ല. എത്ര എണ്ണ? മമ്മു ഒരു ബർഗർ, റാംബോ ഒരു ബർഗർ, മുഷറഫ് ഒരു ബർഗർ. ബാ കമാൺ, കമാൺ. റെഡി. എടാ കുറച്ച് പാസിൽ എന്താണ് ഇങ്ങനല്ല, കുറച്ചും കൂടി. എന്ത്? ആ ഓക്കെ. ഇവിടെ മൊത്തമായിട്ട് അങ്ങ് പോയിട്ടുണ്ട്. എടാ ഓന്റെ തീരാനായി. വാ ഒന്ന് കുടലൊന്ന് ഇളക്കിയ. അങ്ങനെ ആക്കാൻ പറ്റില്ല. ഫുള്ള് തിന്നണം. ബാക്കി ഇടാൻ പറ്റില്ല. എടാ റാംബോ ഒന്ന് തീർത്തേ. ഓക്കെ, മമ്മു ആ 10,000 നമ്മളെ ഹോട്ടലിലേക്ക് വരേണ്ട പൈസയാണ്. മമ്മോ റാംബോക്കും കിട്ടരുത്, മുഷറഫിനും കിട്ടരുത്. നമുക്ക് ആ 10,000 ട്രിപ്പ് പോവാ. മമ്മു അങ്ങനെ നിൽക്കുക. ഇത് നീ ജയിച്ചാൽ നിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. പ്രോമിസ് മമ്മു. ഇത് ജയിച്ചാൽ നിന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. ശ്വാസം കുറച്ച്. നീ ഇവനെ കപ്പലിൽ കൊണ്ടുപോകാൻ പോകുന്നത് എങ്ങനെയാ? പണ്ടത്തെ കൈവെടുക്ക്. ഫുഡ് വേസ്റ്റ് ആകില്ല. ഫുഡ് ഒരു ഫുഡും വേസ്റ്റ് ആകുന്നില്ല. ഫുഡൊന്നും വേസ്റ്റ് ആകുന്നില്ല. ആരും വേസ്റ്റ് ആക്കരുത്. ബാബാ രണ്ടാമത്തെ കൈ സപ്പോർട്ട് ചെയ്യാൻ നിക്കണോ? ഉള്ളിയല്ലേ പോട്ട്
എടാ നമ്മളെ 10,000 പുറത്തു നിർത്തി അടിച്ചോണ്ട് പോകാൻ പോന്ന അഭിമാന പ്രശ്നമാണ് തറവാടി. ആ റാംബോ അടിച്ചാലും കുഴപ്പമില്ല, റാംബോനെ കൊണ്ട് ഞാൻ ചെലവ് ചെയ്യിപ്പിച്ചോളൂ. മുസ്രം പഠിക്കരുത്. വിട്ടുകൊടുക്കുന്നില്ല വാസിയോട് ബാബാ എന്റെ മാനം കാക്ക. എടാ നീ ജയിച്ചാ ഇത് നീ ചെലവ് ചെയ്യോ? എല്ലാവർക്കും ചെലവ് ചെയ്യോ? മമ്മ ജയിച്ചാലോ? ആ മമ്മ എന്തായാലും ചെലവ് ചെയ്യും. മമ്മൂനെ പറയണമെന്നില്ല. നിന്റെ ഉറപ്പ് പറ, അങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാം. മമ്മൂന്റെ അഭിപ്രായം എന്താ? ആരാ എനിക്ക് കൂടുതൽ ചെലവ് ചെയ്യും അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. ആരാ കൂടുതൽ ചെലവ് ചെയ്യാൻ പോകുന്നത്? ഷെയർ ചെയ്തോളാം. ഓക്കെ, നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ രണ്ടാളും ഷെയർ ചെയ്തോ. മമ്മൂക്ക് എടി ഇയാള് ഈ വർത്താനേ ഉള്ളു, ഇവൻ തീറ്റ പണ്ടാരൊന്നല്ല. ഇവൻ അത്രയും സ്ലോ ആയിട്ട് വന്നത്. എത്ര എണ്ണായി? ഇവൻ 2, മമ്മു 1, രണ്ടാമത്തെ ഇവന് ഇത് 4-മത്തെ. എന്ത് തീറ്റയാണ് ഇവൻ? എന്ത് തീറ്റയാണ് ഈ തടിയ നിന്നത്? ചോപ്പ് കുടിക്കുന്ന ടേസ്റ്റ് ഉണ്ടോ? ബർഗർ എങ്ങനെ ഉണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ജാസിന്റെ ബർഗർ എങ്ങനെ ഉണ്ട്? അല്ല ഇവർക്ക് തിന്നണ്ടേ? എനിക്ക് തിന്നണമെന്നുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട്. എനക്ക് വരണം തിന്നണമെന്നുണ്ടാ. സോങ് ഓക്കെ. എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സോങ്? തീറ്റ മത്സരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സോങ് എന്താ? ചേർത്ത് 3 കഴിഞ്ഞിട്ടുണ്ട്. മമ്മു ജയിക്കണം എന്ന് എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം മമ്മു ജയിക്കണം. അല്ല ഇത് പിന്നെ കൂടുതൽ തിന്നാറോ ഈ സമയത്തിനുള്ളിൽ പിന്നെ മോനെ ഒരു പുലി ഒരു കാല് ബാക്കോട്ട് വെക്കുന്നത് ഞാൻ മുമ്പോട്ട് കുതിക്കണ്ടിച്ചാ. രണ്ട് തിന്ന് മൂന്നാമത്തെ ഇത് 3 എടാ നിൽക്കാടാ ഒരു മിനിറ്റ്. തീറ്റ മത്സരത്തിന്റെ സോങ് എന്താ? തീറ്റ മത്സരത്തിന്റെ ആട് ജ്യൂസ് ഒരു നോക്കട്ടെ. ഒരു മിനിറ്റ്. തിന്നുമ്പോ ഇടാൻ പറ്റിയ പാട്ട്. എടാ ഞാൻ തീറ്റ മത്സരം സോങ് നടിക്കുമ്പോ ഇതാ വരുന്നത്. ഇതാ നീ അതാ ചുള്ളിൽ അടി കൂടി എടുത്തിട്ടേ. നിക്ക് നാലാമത്തെ റാംബോ 4 മമ്മു എന്റെ മാനം കാക്കടാ. മമ്മൂ താ തിന്നണേ നൈസായിട്ട് അടി കൊന്നിട്ടല്ലേ. ഏത് എന്തായാലും ആവേശം കൊടുക്കുന്ന ഓട്ടോക്ക്. ആ രണ്ടാമത്തെ വെള്ളം കുടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വെള്ളം മുസ്ലിം കുടിച്ചിരിക്കുന്നു. നാലായിട്ടില്ല, നാലാമത്തല്ലേ? ഇത് 3 ഇവ 3. എടാ ഓൻ വരെ നിന്നെക്കാൾ തിന്നണ്ടാ. നാലാമത്തെയാ ഇതെന്തൊരു ഒമ്പിയ പാട്ടാണത്. മാപ്പിള പാട്ടാ നീ വെച്ചിന്. അമ്മ ആടിട്ടൂലെ ഏത് സോങ്? അല്ല ഇവരോട് ചോദിച്ചു നോക്ക്, സജഷൻ ചോദിച്ചു നോക്ക്. പറഞ്ഞ ആടിട്ടൂലെ സോങ് ഒക്കെ പറഞ്ഞ ഏതാ? ആടലാട്ടം നീ ഏതാ? കൊടി കാരണം എന്താ ചീറ്റ് ചെയ്താ മമ്മു ചീറ്റ് ചെയ്താ? ചാറ്റ് പറ മമ്മു ചീറ്റ് ചെയ്താ? ആടിട്ടൂലെ ഏത് സോങ് ആണോ? വടംവലിന്റെ ഏതാ? ഇതല്ലേ? ഓക്കെ റെഡി.
എടുത്താലും കൊടുത്താലും തീരാത്ത ആപനായുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകളുയർത്തി എടാ ഒരു മിനിറ്റ് ഇപ്പൊ എത്ര ഇപ്പൊ കറന്റ് സ്റ്റാറ്റസ് എന്താ? ആ നിക്ക് മുഷ്റഫ് എത്ര? ഞാൻ 3 എണ്ണം കഴിഞ്ഞതാ. നാലാമത്തെ മൂന്നാമത്തെ നിന്റെ എത്രാമത്തെയാ? 2 കഴിഞ്ഞ്. നിന്റെ എത്ര? 4 കഴിഞ്ഞ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ടീം സ്വിച്ച് ആയി. ഞാൻ ഇവന്റെ ടീമാര്. പൊളി 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 പാട്ടോക്ക് സ്പേസ് അടിക്ക് നീ ഓന്റെ ടീമിൽ എന്താടാ നിന്റെയൊക്കെ ഷാജി പാപ്പനൊന്നും വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാ മക്കളെ അമ്മേനോട് മക്കളെ ഒപ്പം കിട്ടായിരുന്നു അതൊക്കെ എന്താണ് പാപ്പ കാലന്റെ വേഷത്തില്? എന്റെ അപ്പനെ തിരക്കി ഇറങ്ങിയതാണ്. ഇത് സിനിമ വിളയായി അതിനിടക്ക് ഡയലോഗ്. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നീ അതൊന്നും നോക്കണ്ട, നിന്റെ ചിന്ത എന്റെ മോനെ എന്നാലും റാംബോ കോഴിക്കോട് നിന്ന് വണ്ടിയും പിടിച്ചോ വന്നില്ല. റാംബോ 4 ബർഗറാ. വന്നതിന്റെ റിസൾട്ട് ഇപ്പൊ കാണിക്കൂ. എന്ത് ഞാൻ പറഞ്ഞില്ലേ കൊറേ സമയമായി ഇത് പറയുന്നത് കേട്ടാ. പുലി വേങ്ങോട്ട്. നിന്റെ എത്ര? റാംബോന്റെ അടുത്ത് നോക്ക്. അല്ല ഒന്ന് 2 നീ കണ്ടല്ല. എല്ലാരും എല്ലാം സ്പാം ചെയ്യുന്നേ. ഇന്ന് എല്ലാം സ്പാം ചെയ്യുന്ന എന്താ? ഫുഡ് വേസ്റ്റ് ചെയ്ത ആരെങ്കിലും വേസ്റ്റ് ചെയ്താ? റാംബോ 5 ഫിനിഷ്. 4 2 3 3 2 4. ഇത് മൂന്നല്ലേ? 4 തീർക്ക്. 4 തീർക്ക്. എടാ 10,000 രൂപ റാംബോ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു. എടുത്തു നമ്മളെ പൈസ റാംബോനെ കിട്ടി. നീ കോഴിക്കോട് നിന്ന് വണ്ടി കയറി വന്നിട്ട് ഏറ്റവും കൂടുതൽ ആ തിന്നുന്ന ടൈമില്ല. ആ ടൈമില്ല. തിന്ന് അങ്ങനെ കൊറേ സമയം നിക്കാൻ കഴിയില്ല. ഞാൻ ലൈവ് അങ്ങനെ കൊറേ സമയം നിക്കാൻ കഴിയില്ല. തിന്ന് ഞാൻ പറഞ്ഞ ആദ്യം ടൈം നീ നമ്മളെ ക്യാഷിങ് നമുക്ക് ട്രിപ്പ് പോകണ്ടേ? ഹലോ കഴിഞ്ഞില്ല മുത്തേ. നീ എന്തിനാണ്? എടാ റാംബോ ചോദിച്ചാ ഞാൻ ജയിച്ച പോലല്ലേ? ഞാനുണ്ട്. ജയിച്ച പോലെ ഇവരിങ്ങനല്ലേ കുറച്ച് കുടിച്ചാൽ മതി തൊണ്ടയിൽ ഇറക്കാൻ വേണ്ടിട്ട്. റെസ്പെക്ട് ഗസ്റ്റ് എടാ ആരെ തമാശ ആക്കുന്നേ. കഴിക്കും. എടാ ഇവൻ ഈ കാണുന്നൊന്നും നോക്കണ്ടട്ടോ. ഇവൻ ആള് പുലിയാന്നട്ടെ ഇവൻ. പെർഫോമൻസ് അല്ല എന്തോ എനിക്ക് പറ്റിയതാണ്. ഞാൻ 4ാമത്തെ. നമ്മൾ 5ാമത്തെ തുടങ്ങാൻ പോകുന്നു.
ഒന്ന് ബേക്ക് ലൈവ് അടിക്കാൻ ഇല്ല, 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 ഇല്ല. കാരണം ഈ ചെറിയ ഒന്നുമില്ലാത്ത ഈ ആൾ വെക്കാനാ. കള്ളക്കളി കള്ളക്കളി ഇതാരും ഇവിടെ വെച്ചോ നമ്മളിനി കളിക്കുമ്പോൾ കള്ളക്കളി ഇല്ല ഇല്ല ജയിച്ചിട്ടില്ല. ലാസ്റ്റ് ക്യാഷ് പ്രൈസ് ഉള്ളൂ. ആദ്യം ജയിച്ചാരാന്ന് തീരുമാനിക്കണം. ഞാൻ പറയുന്നത് അന്തിമ വിജയനെ തീരുമാനിക്കുന്നത് ചാറ്റായിരിക്കും. അന്തിമ വിജയനെ തീരുമാനിക്കുന്നത് ചാറ്റായിരിക്കും. അത് ഞാൻ ഇപ്പോഴേ പറയാം. ആരിൽ എന്തായാലും ഇതാക്കിയാലും ചാറ്റാന്ന് വിജയനെ തീരുമാനിക്കും. അല്ല സമയം ഓൾറെഡി ഇതിൽ ലൈവല്ല. അപ്പൊ ടൈമെല്ലാം ഓൾറെഡി ചാറ്റിന് അറിയാം. നമ്മൾ എത്രാമത്തെ മിനിറ്റിലാ തുടങ്ങിയെന്നും ഇപ്പൊ എത്ര മിനിറ്റ് ആയെന്നും ചാറ്റിന് അറിയാം. ചിലപ്പോ അവര് പെട്ടെന്ന് നീ പറഞ്ഞ നിർത്തേണ്ടി വരും. വേഗോ വാ വാ വാ. അല്ല ഇപ്പൊ എത്ര 4 ഇവന് ഇവന് ഞാനൊരു കാര്യം പറയട്ടെ, ക്യാഷ് പ്രൈസ് കൂട്ടാം. അങ്ങനെയാണ് ആവേശം കൂടും. കള്ളത്തരം കാണിക്കുന്ന നീ കണ്ട ഇവര് മൊത്തം മിണ്ടാണ്ടിക്കേ. ഇവര് മൊത്തം സംസാരം മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് ക്യാഷ് പ്രൈസ് കൂട്ടി ആവേശം കൂടുവോ? ചാറ്റ് പറ. ക്യാഷ് പ്രൈസ് കൂട്ടണോ? തൊലിഞ്ഞ റൂൾസ് എന്താ റൂൾസ്? റൂൾസ് പ്രോപ്പർ നോർമൽ റൂൾസ് തന്നെ അല്ലേ? സാധാരണ തീറ്റ മത്സരത്തിലെ റൂൾസ് ആയതല്ലോ. വേറെന്താ റൂൾസ്? റാംബോ വിന്നർന്നോ? ഇല്ല ആയില്ല. ഇത് തീരട്ടാ. ഇതൊരു ആവേശമില്ല. ഇവര് ഫുള്ള് സംസാരമാടാ. സംസാരം കുറക്ക്, പണി തീർക്ക്. വേഗം നോക്ക്. ആരും ജയിക്കുന്ന ആളാ? ഇല്ല ജയിച്ചിട്ടില്ലല്ലോ. ഇവ 4ാമത്തെ തുടങ്ങിയില്ലേ? 4 നിന്ന് നിർത്താൻ എന്നാ ഇതാക്കിയാലോ? ഷവായി ആക്കിയാലോ? അടുത്ത ഷവായി ആക്കിയാലോ? ഇത് കഴിയണ്ടേ? ഷവായ ഭയങ്കര പണിയായിരിക്കും. ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യുന്നില്ല. ഈ 4 കംപ്ലീറ്റ്. അവന്റെ കണ്ണെല്ലാം നോക്കിയാ ഇവന്റെ കണ്ണെല്ലാം ആയിട്ട് നോക്കിയാ മുസ്ലിമെ മുത്ത അഭിമാന പ്രശ്നം. മമ്മു ഓൾറെഡി ഔട്ടായ. മമ്മു ഇല്ല. മമ്മ ഔട്ടല്ലേ? മമ്മ ഔട്ടല്ലേ? എടാ 2 തിന്നിട്ടുള്ളൂ. പിന്നെ നിൽക്കാതെ മത്സരിക്കാൻ പറ്റിയ നോ ക്യാഷ് പ്രൈസ് കൂട്ടുന്ന ആരാ നോ പറയുന്നത്? ഓക്കെ ചാറ്റ് ഞാൻ ചോദിക്കട്ടെ, മമ്മ ഔട്ടല്ലേ? മമ്മു 2 തന്നിട്ടുള്ളൂ. മമ്മ ഔട്ടല്ലേ? നീ തിന്നാൻ വേണ്ടി ഇവിടെ ഇരുന്നാലോ നാറി? ഇവനെന്താ സംഭവം അറിയോ? ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഇവന് പൈസ ഇത് ക്യാഷ് പ്രൈസ് വിൻ ചെയ്യണമെന്ന് ഒരാഗ്രഹമില്ല. ഇവന് തിന്നാനൊരു ട്രിക്കിന് വേണ്ടിട്ട് ഇരുന്നേ. ഓൻ എങ്ങനെ തിന്നണം അതിന് വേണ്ടി ഇരുന്നേ. ഒന്നാമത്തെ കാര്യം, ഈ പൊട്ടന് പൈസ കിട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവന് പൈസ കിട്ടിയിട്ടും കാര്യമില്ല. ഇവനെന്തായാലും മത്സരത്തിന് അതിനുള്ള ബുദ്ധി എനിക്കില്ല. അപ്പൊ തിന്നാൻ വേണ്ടി കാരണം. പിന്നെ അല്ലാണ്ട് ഇവിടെ 2 ആളും നല്ല മത്സരം കാഴ്ച വെക്കുന്നുണ്ട്. നീ ഇവിടെ വെറുതെ വന്നിട്ട് നീ എല്ലാവരും മൂട് കളയാൻ. നീ 2 പോരെ, ഇവർ 4 ആയി. 2 ആളും അന്ന് പുട്ടലുണ്ടാക്കി ബന്ധട്ടിയവനെ ഇപ്പൊ തിന്നാൻ പറ്റുന്നില്ല. മാറ് നീ മത്സരത്തിന് ഔട്ട്. ചാറ്റ് പറ. ഔട്ട് ചാറ്റ് എല്ലാരും ഔട്ടാ പറയും. നോക്ക് ചാറ്റ് നോക്ക് നീ എടുത്തതാ. ചാറ്റ് നോക്ക് എല്ലാരും ഔട്ട് എന്നാ പറയുന്നത്. ചാറ്റ് മൊത്തം ഔട്ട് എന്നാ പറയുന്നത്. നീ ഔട്ട് മുനുവിരുന്നോ? അല്ല സവായി അവർക്ക് തിന്നാൻ കൊടുക്കട്ടെ. 3 സവായി എന്തായാലും ഇല്ലേ? എന്താ ചെയ്യാ? ഔട്ട് എല്ലാരും ഔട്ടാ പറയുന്നത്. അവിടെ 1 മിനിറ്റ്. എന്റെ സൂപ്പർ ചാറ്റും ഗൂഗിൾ പേ സൗണ്ട് ഓഫാ? അയ്യോ സോറി ഞാൻ സൂപ്പർ ചാറ്റ് നോക്കട്ടെ. തൊപ്പി ഞാൻ മെസ്സേജ് അയച്ചിട്ട് അതിൽ പ്രൂഫ് ഉണ്ടോന്ന് നോക്കോ? തൊപ്പി ഞാൻ മുനുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിൽ പ്രൂഫ് ഉണ്ടോന്ന് നോക്കാം. നേരമാണ് മറ്റേ ഡ്രസ്സ് മേടിച്ചു കൊടുക്കണേക്കെ. എല്ലാവർക്കും ഒന്നും മേടിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇവനിക്ക് മാത്രമേ. ഇവനെന്തോ പ്രൂഫ് അയച്ചിട്ടുണ്ടല്ലോ. ഓനക്ക് മാത്രം ഒന്ന് മേടിച്ചു കൊടുത്തേ. മത്തങ്ങ സോങ് ബൈ കുട്ടിപ്പ ഈ മൂടിന് പറ്റിയ പാട്ടാ. ഷർട്ട് ഊരുന്നില്ല. നിന്റെ മുല കാണാൻ എല്ലാവരും ഇരിക്കുന്നു തോന്നട്ടാ. നോക്കാം സംസാരിക്കണം. ബ്രോ സോസ് മാറ്റി പഴുപ്പ് ആക്കുന്ന സോസ് ഉണ്ടോ ഇവിടെ? സോസ് മാറ്റി പാറ്റി പരിപ്പ് ആക്ക്. അതായത് ഈ പാറ്റി മാത്രം ഉള്ളിത്തെ പാറ്റി ഇല്ലേ? മമ്മൂനോട് റെഡ് ബൾബ് 10 പ്രാവശ്യം റെഡ് ബൾബ് ബ്ലൂ ബൾബ് അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ മത്സരം നീ എണീച്ചാ നീ ഔട്ടാ.
ശവായം തരുന്നില്ല നിനക്ക് തടിയാ തിന്നാൻ വേണ്ടി എണീച്ചാ ഇന്ന് എണീപ്പിച്ച ഇതിപ്പോ കരിയും ഇപ്പൊ തിന്നാൻ വേണമെന്നിട്ട് കൈയും കാലോട്ട് അടിക്കുവേ എണീക്കാളെ പിടിച്ചു മാറ്റി വരാ പിടിച്ച അതിനെ പിടിക്കേ എന്തൊരു നാറിയാലേ ഫുഡ് വേസ്റ്റ് ഇവൻ ഔട്ടാന്ന് എല്ലാരും ഔട്ട് എന്ന് പറഞ്ഞാ ചാറ്റ് മൊത്തം ഔട്ട് എന്ന് പറഞ്ഞു മമ്മു ഔട്ട് എന്ന് എല്ലാരും പറയുന്നത്. എടാ ശവായി ഓടി നമ്മള് ചലഞ്ച് വെക്കുമ്പോ തിന്നാ പോരെ. അങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. Dreams donated 40 രൂപ. എന്നാ വേഗം തിന്നിട്ട് എണീച്ച് പോ. ഇതെന്താടാ മത്സരം കൊളാക്കുന്നാണ് ഇവനെല്ലാം കൂടിയിട്ട് നല്ലൊരു വാശിയേറിയ മത്സരം എല്ലാം നടക്കുന്നത്. എന്തേ ഇത് കൊളാക്കുന്നത്? എണീച്ച് പോടാ. നീ ഔട്ടായി മത്സരത്തിന്ന്. ഇവർ രണ്ടാളും തമ്മിലെ മത്സരേ. ആ എണീക്ക്. കടിച്ച് നുള്ളി എടുക്കാനുള്ള സീനില്ല. ഇത് എന്തൊരു ചൊറയാന്ന്. എല്ലല്ല ചാറ്റ് മൊത്തം എല്ലാം പറയുന്ന എന്തൊരു കൈകാലം പിടിച്ചു നോക്ക്. കൈകാലം പിടിക്കണമല്ല എന്തൊരു കള്ളനാടാ. അപ്പൊ പിന്നെ മത്സരം എങ്ങനാ? ഇവരെന്തോ ഒരു ആയതുപോലെ മാനസികമായിട്ട് എന്നാ ഇവിടുന്ന് ഇവരുടെ അടുത്തുനിന്ന് മാറിയിരിക്കും. വീടിരിക്കും നീ പുറത്തേക്കല്ല ഓടി. നീ വാതിൽ നിന്ന് പുറത്തേക്ക് ഓടി. ആരും കാണൂലടാ. എനിക്ക് ആടി ഇരുത്തേനാ. ആ സൈഡിൽ ഇരുത്തോനാ. എന്തൊരു ശവായ കൊതിയ. ആ നിങ്ങൾ അടുപ്പിച്ചിരുന്ന ബാവാ. മത്സരം തിരിച്ചു തുടങ്ങാൻ പോയെന്ന് ബാ. അടുത്തോട്ട് മമ്മു ഔട്ടാ. മമ്മു മത്സരം ഔട്ടായി. ശ്രേയ റാംബോ കമാൺ എത്ര റാംബോ എത്ര ദിവസമായി മൊത്തം? അതാണ് മമ്മൂന്റെ മാറ്റം. 3 റാംബോ 3 ദിവസം. വാ കമാൺ. നീ അങ്ങോട്ട് മാറിയിരിക്കും. കുറച്ച് ബാക്കോട്ടിരിക്കും. ഇങ്ങോട്ടിരിക്കും. ഈ പ്ലേറ്റ് മാറ്റിട്ട് ആടിരിക്കും. വാടാ അങ്ങോട്ട് മാറിയിരിക്കും. നിക്കേ എല്ലാം അറിയുന്ന അതാ ഈ മമ്മു ഇത് എടുത്തിട്ട് ഓടിയിട്ടാണ് അവൻ ഫുഡ് വേസ്റ്റ് ആക്കി തൊട്ട വരുന്നുണ്ടോ? ഫുഡ് വേസ്റ്റ് ആയോ? അതാ എല്ല് വരുന്ന ചാറ്റ് മൊത്തം എല്ല് വരുന്ന നമ്മല്ല മമ്മുവാണ്. നമ്മളല്ല ആള്. കിക്ക് റാംബോ അതാ അടുത്ത ആളെ കിക്ക് റാംബോ. എടാ പാവ അനങ്ങാണ്ട് മുണ്ടാണ്ടിരുന്ന് തിന്നടാ. ഇവനല്ല മത്സരത്തിനോട് ഫുൾ നീതി വളർത്തിയത്. അങ്ങോട്ട് പോ. വാ ഇരിക്ക. അടുത്തോട്ടിരിക്കേ. ഇങ്ങോട്ടിരിക്കേ. എത്ര വർക്കറായി ഇപ്പൊ? മുസീബ് 3 എണ്ണം 4ാമത്തത്. 4 എണ്ണം കഴിച്ച് മുസീബ് 3 വെള്ളം കുടിച്ച്. ഒരു ബർഗറാണ് അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസം വരും. മത്സരത്തിന്റെ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിയത് ശവായി തീറ്റ മത്സരം. ഇല്ല എല്ലാം കൂടിയിട്ടാണ് വിജയനെ തന്നെ അപ്പൊ ഒരു കളിന്റെ അടുത്ത കളിയാ. എല്ലായിടത്തും എല്ലാം കൂടിയിട്ടല്ലേ വിജയനെ തെരഞ്ഞെടുക്കണ്ട. ബർഗർ
നീ 4 കംപ്ലീറ്റ് ചെയ്താ? 3 കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പൊ റാംബോ ജയിച്ചു. ചാറ്റ് പറ. ജ്യൂസ് എത്ര? എനിക്ക് വന്ന് എടാ അടുത്ത മത്സരത്തിന് ടൈമർ വെക്കാം. ഞാൻ പറഞ്ഞ ഓക്കെ. അഭിഷേക് has donated 40 രൂപ. റാംബോ പതി ഷോ. ഓക്കെ, എതിരില്ലാത്ത ഒരു ബർഗറിന് റാംബോ ഈ കളി വിജയിച്ചതായിട്ട് അറിയിക്കുന്നു. തൊട്ടുപിറകിൽ 3 ബർഗറും 3 ഗ്ലാസ് ജ്യൂസുമായി മുഷറഫ്. എല്ലാത്തിന്റെയും പിന്നിൽ ഒരു കൈവില്ലാണ്ട് 2 ബർഗറും തിന്ന് ശവായും കട്ടിട്ട് ഓടി ഒരു വിന്നർ റാംബോ. അപ്പൊ ഇതിൽ രണ്ടിലും ഇതെങ്ങനെ? അപ്പൊ ഈ ക്യാഷ് പ്രൈസ് ആയിരിക്കും. അല്ല, ഇതും കൂടി നോക്കിട്ട് അതാ നല്ലത്. രണ്ടും കൂടി നോക്കാം. ഈ ഞാൻ പറയട്ടാ, എടാ ഇതും കൂടി മുണ്ടാടുക്ക് ഞാൻ പറയട്ടെ. ഓക്കെ, രണ്ടാമത്തെ റൗണ്ട് 2 ശവായാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് വന്നു അതിലാരാ ജയിക്കുന്നതും കൂടി നോക്കിയിട്ട് ഓവറോൾ വിന്നറിനെ സെലക്ട് ചെയ്യാം. അതാ നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മത്സരത്തിൽ ടൈമർ വെക്കും. നേരത്തെ ഫുള്ള് നമുക്ക് ഈ ഫുഡ് ചാലഞ്ച് എങ്ങനെയൊന്നും അറിയാത്തതുകൊണ്ട് ഫുള്ള് അലമ്പായത്. പക്ഷെ ഇത്തവണ റൗണ്ട് 2 നമ്മൾ ടൈമർ വെക്കാൻ പോയത്. ടൈമർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ മനസ്സിലാവും ആരാ തിന്നുന്നത് എല്ലാം മനസ്സിലാവും. ഓക്കെ, ആരാ ഏറ്റവും ഫാസ്റ്റിൽ തിന്നു നിർത്താലും മനസ്സിലാവും. ആദ്യം ടൈമർ വെച്ചാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ എന്ത് വെറുതെ ചാറ്റ് എന്താ ചെയ്യേണ്ടത്? ഇവരിവിടെ വിഷമം പറയുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് 5K. ഓക്കെ. ഫസ്റ്റ് റൗണ്ട് 5K കൊടുക്കുക. അതാ നല്ലത്. 3, 4, 5, 6, 7, 8, 9, 10, 11, 10 അല്ല വരുമോ? 5000 എന്ന് പറയുമ്പോ 10,500 അല്ല, 12,500, 15,500. 5000 എന്ന് പറഞ്ഞാൽ എത്ര 500? 12 എങ്ങനെയാ വരുമോ? റൗണ്ട് ആയിട്ടല്ലേ? 10 അല്ലെങ്കിൽ 15? 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 15,000 5000 അല്ലേ? ഒന്ന് എണ്ണിക്കോ. എടാ 500 നട്ടുണ്ട്, 500 1000 നട്ടുണ്ട്. എന്നാ മനസ്സിലാവും. 3500, 4000, 4500, 5000. ഞാൻ പറഞ്ഞില്ല. ക്യാഷ് പ്രൈസ്. ഓ, ആദ്യമായിട്ടൊരു മത്സരത്തില് വന്ന് വെളിയിൽ ഒരുത്തനെ ഇവിടെ ഒന്നും കൊണ്ടുപോകൂല. ഓ, റാംബോ ചെലവ് ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്താരാ? സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ഞാൻ നിനക്ക് എന്തെല്ലാം മേടിച്ചു തന്നടാ. ചെലവ് ചെയ്യടാ. ഓക്കെ, ഇത് ആദ്യത്തെ റാംബോന്റെ ആദ്യത്തെ ക്യാഷ് പ്രൈസ് ആണ്. അടുത്ത 5000. ഇതെന്താ ചെയ്യാ? ഇതൊന്നും എല്ലാവർക്കും തിന്നൂർക്കാൻ കഴിയില്ല മോനെ. ഇതെന്താ ചെയ്യോ? ഫുഡ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഫ്രിഡ്ജിൽ വെച്ചാൽ മോശമാവോ? നാളെ തിന്നാൻ പറ്റുമോ? വേസ്റ്റ് ആക്കണ്ട. ഫ്രിഡ്ജിൽ വെച്ചാ നല്ലത്. ഇത് ആരാ ഈ കുബൂസ് എല്ലാം വാങ്ങാൻ പറഞ്ഞത്? ഇത് ആരാ ഐഡിയ ആയിരുന്നു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഫുഡ് ചാലഞ്ച് ആരാ ഐഡിയ ആയിരുന്നു? എടാ, ഫുഡ് വേസ്റ്റ് ആയിട്ട് നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കില്ല. പെട്ടെന്ന് ചാലഞ്ച് തീർക്കാം. ഓക്കെ, ചാലഞ്ച് നമ്പർ 3 അല്ല, ചാലഞ്ച് നമ്പർ 2, ലാസ്റ്റ് ചാലഞ്ച് ആണ്. ഈ ശവായി ഫസ്റ്റ് തിന്നു തീർക്കുന്നത്. ഇവിടെ ടൈമർ വെക്കും. ഈ ടൈമർ വെച്ചിട്ട് ആദ്യം തിന്ന ഈ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. തിന്നുന്ന ആരോ ആദ്യം തിന്നു തീർക്കുന്ന അവിടെ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഏറ്റവും ഫാസ്റ്റില് ഞാൻ ചോദിക്കട്ടെ, എത്ര മിനിറ്റ് കൊണ്ട് നിന്നു? എടാ, അടിയാല നോക്കിയാ മനസ്സിലാവും. എന്താ പറയാ? എക്സ്ചേഞ്ച് ചെയ്യോ? ഓക്കെ, വാ.
TK Smooth White Ashwin Brew Any Oru Anjuru ശരത്തെ നമ്മളെ അഭിമാനം നല്ലതാടാ. നമ്മളെ അഭിമാനം മറ്റേ പ്ലേറ്റ് ഇവിടെ ഉണ്ടായില്ലടാ. കേട്ടല്ലോ പൊട്ടിച്ചു നോക്കല്ല, അങ്ങനെ തന്നെ നിന്നോ. അപ്പൊ എനിക്കും പൊട്ടിക്കാലോ. ആ പൊട്ടിച്ചു നോക്കാം, നമ്മുടെ പൊട്ടിക്ക്. Anzil donated 20 രൂപ. താങ്ക് യു ഫോർ ദ 20 rupees സൂപ്പർ ചാറ്റ് അൻസിൽ ബ്രോ. അൻസിൻ ലവ് യു ആകാശ് ബ്രോ. ആകാശ് എന്താ പറയുന്നത്? റാംബോ 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 റാംബോ. ന്യൂ ബജ്ജി കട സ്റ്റാർട്ടഡ് അറ്റ് എടപ്പള്ളി കുന്നമ്പുറം ജംഗ്ഷൻ. ഓൾ ആർ വെൽക്കം. സെയ്ദ് ബ്രോ താങ്ക് യു ഫോർ ദ 100 rupees സൂപ്പർ ചാറ്റ്. ബാ ടേബിൾ ക്ലീൻ ആക്കുക. ടേബിൾ ക്ലീൻ ആക്കാൻ പറയുന്ന ക്ലീൻ ആക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ എല്ലാം കൂടി ക്ലീൻ ആക്കാം. ആയില്ലേ? റെഡി അല്ല? ജ്യൂസ് റീസെറ്റ് ആയാ? ജ്യൂസിന്റെ റീസെറ്റാ? ജ്യൂസ് ഇല്ല, ഷവായ മാത്രം. ഓക്കെ. ഇതിലിഞ്ഞ് വെള്ളമില്ല. എടാ ഞണ്ട് എന്ത് ചെയ്താ നീ? എനക്ക് എടാ തീർക്കല്ല. വലിയ കഷ്ണെല്ലാം എടുത്താ? ഇനി ഉണ്ടാ? എടാ എനിക്ക് ഞണ്ട് വേണടാ. ഞാൻ പൊട്ടിച്ചോളാം. ഞാൻ ലൈവ് ആയി തോന്നോളാം. എന്തായിരുന്നു? അത് ഞാൻ വായിച്ചു. My friend Ofur is birthday. Big shout out for big shout out to Ofur bro. Happy birthday bro. Thank you. ബാ തുടങ്ങാം. എല്ലാം വരാൻ തുടങ്ങി. ബാ ഓക്കെ. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നെ. ആദ്യം തിന്ന് തീർക്കുന്ന ആള് ജയിക്കും. ഓക്കെ റെഡി? ഇല്ല പാട്ട് വേണ്ട. നേരത്തെ പാട്ട് വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ 3 2 എത്ര മിനിറ്റ് തോന്നില്ല. ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അതില് ആദ്യം നിന്നാള് ജയിക്കും. ഓക്കെ 3 2 ഒരു സംശയം. ആ സംശയം എല്ലിന്റെ കേസ്. എല്ല് അത്യാവശ്യം എല്ല് കാണുമ്പോ ഇറച്ചി ഉണ്ടാവാൻ പാടില്ല. തീരെ ഉണ്ടാൻ പറ്റില്ല എന്നല്ല, അത്യാവശ്യം തിന്ന് തീർക്കണം. ഓക്കെ 3 2 1 ഗോ. മത്സരത്തിൽ 4 സെക്കൻഡ് പിന്നിടുമ്പോൾ ഒരു കോഴിക്കാല് മുഴുവൻ തന്നെ. റാംബോ എടാ ഇവിടെ എത്ര സെക്കൻഡിലെ കോഴിക്കാല് വന്നേ? 2 സെക്കൻഡിൽ വന്നേ. 3 സെക്കൻഡിൽ കോഴിക്കാല് വന്ന്. കമോൺ വാ. എടാ ഒരു വരത്തം വന്നിട്ട് നമ്മളടുത്ത് കപ്പടിച്ചിട്ട് പോകാൻ പറ്റില്ല. റാംബോ ശരത് കമോൺ. ആവുന്നില്ല അല്ലേ? അന്ന് ഇതെടുക്ക് ജ്യൂസ് കുടിച്ചോ. വീഡിയോ ചെയ്യുന്നുള്ള വേറെ തിരിക്കുന്ന തിന്ന് അപ്പൊ ഡ്രൈ ആയതല്ലേ ഇവരും തിന്ന് നിന്നെ കൊണ്ടാവും മുസ്ലിമേ. റാംബോ കോഴിയെ പണ്ണുവന്ന് ചോദിക്കുന്ന 1 മിനിറ്റ് പിന്നിടുമ്പോൾ കോഴിയെ പണ്ണുവന്ന് 1 മിനിറ്റ് പിന്നിടുമ്പോൾ ഇതാ 2 കോഴിക്കാല് തീർത്ത് റാംബോ മുന്നേറുന്നു. മുസ്റഫ് എന്താ അവസ്ഥ? അപ്പൊ എല്ലാം ആരതാന്ന് മനസ്സിലാവൂല. അത് മനസ്സിലാവൂല. അല്ല പ്ലേറ്റിൽ ബാക്കി എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ റെഡി 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 റെഡി. ബ്രൗൺ ഷർട്ട് കാരൻ പാണ്ടി കുഞ്ഞനെ പോലെ ഉണ്ട്. പാണ്ടിക്കാട് കുഞ്ഞനെ പോലെ ഉണ്ട്. അതിലും വലിയ അഭിമാനം നിൽക്കില്ല ഈ ലോകത്ത്. എനിക്കൊരു അഭിമാനം കിട്ടാനില്ല. പാണ്ടിക്കാട് ഞാൻ എന്തോ സ്കാം സീനായിട്ടുണ്ടല്ലോ. ചങ്ങായി എന്തോ നെറുക്കെടുപ്പ് തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞിട്ട് അല്ല എന്ത് പരിപാടിയാലേ. മീറ്റ് അശ്വിൻ റൈനോൾഡ്. ആടാ മീറ്റ് അശ്വിൻ റൈനോൾഡ് അറിയുന്നത് അത് കിടിലം സംഭവമായിരിക്കും. ലൈവിൽ അശ്വിൻ റൈനോൾഡിനെ മീറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും അല്ലേ? പണ്ട് മുതലുള്ള സപ്പോർട്ടറല്ലേ? ടോപ്പ് സപ്പോർട്ടറല്ലേ അവന്? എടാ അങ്ങനെ ഉണ്ടോ? എല്ലാ സ്ട്രീമേഴ്സിനും ഒരു ടോപ്പ് സപ്പോർട്ടർ ഉണ്ടാവും. സ്പീഡിനെല്ലാം ഉണ്ട്. സ്പീഡിനും കുറെ സ്ട്രീമേഴ്സിന് ഇങ്ങനെ ടോപ്പ് സപ്പോർട്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. എന്റെ ഇവനോ ഓ ശ്രേയ ഇനി പവർ കൂടും. കൂടി കേറി. ഈ ചിക്കനല്ല എങ്ങോട്ടാ പോകുന്നത്? ആദിൽ നാളെ വരും. റാംബോ നീട് ബ്രാന്ന് പറയുന്ന ഡബിൾ ചെയ്താ എടാ ചങ്ങായി ഒന്ന് തിന്നടാ. നീ വന്ന വണ്ടിക്കൂലി ഇങ്ങനെ മനസ്സിലാക്ക്. ശരിയാ
എടാ നാമൊരു കഷ്ടം മാത്രമേ ബാക്കിയുള്ളൂ. എടാ ഒന്ന് മൗസ് വെച്ചൊന്ന് സ്ലോ ആക്കണം. എനിക്ക് ചാറ്റ് വായിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര ഫാസ്റ്റ്. ഒന്ന് സ്ലോ ആക്കിയ. മുഷറഫ് തോറ്റു. മീറ്റ് അച്ഛനല്ല ആടാ. എന്തായാലും ഫ്യൂച്ചറിൽ ഒരു സംഭവം ചെയ്യാം. മുഷറഫേ താഴേക്ക് ആ ഏറ മാർക്ക് കേക്ക് വേറെ ബ്രാ. എന്തായി റാംബോക്ക് ഒരു ചെറിയ കഷ്ടം കൂടി ബാക്കിയുള്ളൂ. റാംബോ ഇതാ പക്ഷെ പറയാൻ പറ്റും വീണ്ടും. അടി എത്ര മിനിറ്റ് ഇത്? 3 മിനിറ്റ് അല്ലേ? എടാ എന്തെങ്കിലും ആവോ? 3 മിനിറ്റ് ആയിട്ടുണ്ട്. 3 മിനിറ്റ് 38 സെക്കൻഡ് പിന്നിടുമ്പോൾ ചാലഞ്ച് തുടങ്ങി. 3 മിനിറ്റ് 38 സെക്കൻഡ് പിന്നിടുമ്പോൾ റാംബോ ഇതാ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു. എന്തായിരുന്നു? പൂജ പ്രേം. എടാ ഇതാണ് മറ്റേ പൂജ. അതാ പൂജ പ്രേം ഡൊണേറ്റഡ് AD 7.29. ഏത് നമ്മള് താങ്ക് യു പൂജ. താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റ്. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. മുഷറഫെ ഫ്രഞ്ച് കിസ് തരട്ടെ. അബ്ദുള്ള നിനക്ക് ശ്രേയ ഉമ്മാന്ന് എനിക്ക് ഉമ്മാന്ന് കിട്ടാത്തോണ്ട് അബ്ദുള്ള കാക്ക കൊടുക്കാന്ന് പറഞ്ഞു. എന്താണ്? ഇല്ല ഇത് മിക്കവാറും റാംബോ ജയിക്കാനാ സാധ്യത. പറയാൻ പറ്റൂല. റാംബോ ജയിച്ചു. സാധ്യത പറയാൻ പറ്റില്ല. ഒന്നും നീ ആവേശാക്കി കഴിഞ്ഞാൽ ഫുള്ള് തീർത്താലേ ജയിക്കും. ഒന്നും നോക്കാൻ നിൽക്കണ്ട മുസ്ലിമേ. ജീവിതത്തില് വലിയ അപമാനം വേറല്ല. തൊപ്പി ഇക്ക് പെണ്ണ് സെറ്റായോ? പെണ്ണ് സെറ്റായോ? എന്താ ആരെങ്കിലും ഉണ്ടാ? എടാ മംഗലം നോക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് പെണ്ണിനെ നോക്കുന്നുണ്ട്. ആരും കൊണ്ട് പറഞ്ഞോ? എനിക്കെന്തേ? ഏത് വീട്ടെന്ന് പറഞ്ഞാ ഈ വീട്ടും നിങ്ങളെല്ലാരും കൂടി ഇക്കൊക്കെ ഒരു പെണ്ണിനെ സെറ്റാക്കിട്ടാണ് നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ. വിരാജ് പേട്ടല്ല അല്ല മമ്മൂപ്പെണ്ണിനെ ഒരിക്കലും എടുക്കരുത്. ചെങ്ങായി നീ കൊറേ നേരം ചവക്കുന്നു. തൊപ്പി സുഖാണ്. സുഖാ ബ്രോ. അൻസിഫ സൗദി റിയാൽ ഇട്ടിട്ടാ. അഞ്ചിപ്പ നീ എന്താ കഥ? അഞ്ചിപ്പ് നല്ല പറഞ്ഞ ശരിയായ മനുഷ്യനാ മോനെ. പണ്ട് ഇപ്പൊ നിനക്ക് ഓർമ്മയുണ്ട് അഞ്ചിപ്പിനാ? പണ്ട് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകും ഞാന്. മറ്റേ നമ്മളെ വളവട്ട സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകാൻ വേണ്ടിട്ട് 30 റുപ്യ നാട്ടില് 30 റുപ്യന്ന് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി കാണണമെങ്കിൽ 30 റുപ്യന്ന് ടിക്കറ്റിന് പൈസ. എൻ്റെ ടിക്കറ്റിന് പൈസ ഇല്ല. അൻസീഫ് സ്റ്റേഡിയത്തിന്റെ തൊട്ടിപ്പുറം ഒരു ഡ്രസ് ഷോപ്പിൽ പണിയെടുക്കുക. എന്നിട്ട് അവനോട് പോയിട്ട് പൈസ ഒക്കെ ഇറക്കും. ആ ടൈം ഓന്റെ വണ്ടി, ഓനിക്ക് ജോലിയുള്ളൂ. ഓനിക്കൊരു ബൈക്ക് ഉണ്ട്. അതാ യൂണിക്കോൺ ഒരു യൂണിക്കോൺ ഉണ്ട് ഓനിക്ക്. ഓനാ നമ്മളെല്ലാം കിങ്. ഇവര് അൻസി ബ്രോ താങ്ക് യു ബ്രോ. എന്തെല്ലാടാ മുത്തേ? എന്താ കഥ? സുഖല്ലേ? എനിക്ക് വെറുതെ നീ ഓവറായിട്ട് ഇത് കാണിക്കുക. ഇല്ല ഞാൻ ഇത് തിന്ന് ടൈം നോക്കുന്ന ടൈം പ്രശ്നമില്ല. ചത്താലും എന്താ പറയാ എത്ര ടൈമർ എത്ര? എടാ ഒരു ഡെഡ് ലൈൻ വേണം. ഇതിപ്പോ 6 മിനിറ്റും 30 സെക്കൻഡും ആയി. ചാറ്റ് പറ എത്ര മിനിറ്റിൽ നിർത്തണം? 10 മിനിറ്റിൽ നിർത്തിക്കൂടാ? ഓക്കെ 10 മിനിറ്റാണ് ഡെഡ് ലൈന്. ഓക്കെ 10 മിനിറ്റിനുള്ളിൽ തീർത്താ ജയിക്കും, ഇല്ലെങ്കിൽ തോറ്റ്. ഓക്കെ റെഡി? മുഷറഫ് വിയർക്കുന്നു. നല്ല വേർക്കുന്നുണ്ട്. പണ്ടേ ചൂടിന്റെ അസുഖമല്ല. മോനെ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഇപ്പം പറഞ്ഞുതരാം. ഇത് തീരാറായി. ഇതെന്താണ് മറ്റേ? പരിപാടി കഴിഞ്ഞു. നമ്മളൊക്കെ ഒരു ശവായി 4 ആളല്ലേ തിന്നല്? പ്ലേറ്റ് ഇല്ല തീർന്നിട്ടില്ല. തീരാൻ ഓന്റെ കുറെ ഉണ്ടല്ലേ. 40 രൂപ. 10 മിനിറ്റിൽ ആരുടെ ഏറ്റവും കുറവാ വില ജയിക്കുക? ഗബ്രി ആണോ അത് സിംഗർ ഗബ്രി? നീയാ ഗബ്രി ആയിട്ട് എങ്ങനെയാണ് ഇവന് മുഖം നോക്കണേ ഇവന്റെ? സിംഗർ ഗബ്രി ആയിട്ട് ഒരു സമയമില്ല. മുഹമ്മദ് ഉമേർ താങ്ക് യു ഫോർ ദ 7 dirhams ബ്രദർ. താങ്ക് യു ബ്രദർ.
മുമ്പ് മുസ്തഫ അടുത്തെന്ന് പറയുന്ന ഏത് സമയത്ത് ഛർദിക്കും. തൊപ്പി ഐ ലവ് യു പെണ്ണ എന്നാ എനിക്ക് പെണ്ണ് കിട്ടൂല. ഓ മുനുവിന് പെണ്ണ് തെറ്റാലോ അതറിയോ ചാറ്റ്. എടാ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചാറ്റ്. നമ്മള് പറയാൻ പറഞ്ഞേ മുനുവിന്റെ കാര്യം അറിയോ? നമ്മള് ലാസ്റ്റ് IR-ലിട്ട് ഓർമ്മണ്ട? IR-ലിട്ടിട്ട് നമ്മള് സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു പെണ്ണിന്റെ ID ഞാൻ വാങ്ങിയെടുത്ത് ഓർമ്മണ്ട? പട്ടി ഇവൻ അറിയാണ്ട് നൈസായിട്ട് നമ്മളറിയാത്ത പോലെ പാകം കളിച്ചിട്ടോന്. എടാ ആ പെണ്ണ് മോഡലിംഗിലുള്ളതാണ്. ഇവൻ മോഡലിംഗ് ഇതാക്കാം, മോഡലിംഗ് നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാന്ന് തൊട്ട് പെണ്ണിന്റെ വെച്ച് പോയി കള്ളപ്പന്നി. ബാനു നിനക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. എടാ മുനുവിന് വരെ മുനു എന്ന് പറഞ്ഞാൽ അത്രയും ഒരിക്കലും പെണ്ണ് കിട്ടാത്ത ഒരുത്തരാണ് മുനു. അത്രയും തന്ത വൈവിന്റെ എക്സ്ട്രീമാണ് മുനുവിന് വരെ പെണ്ണ് തെറ്റേ. എടാ സെറ്റായിട്ടൊന്നുമില്ല എനിക്ക് ഇപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കാര്യം പറയല. ബാനുമായിട്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ആർക്കും എല്ലാവർക്കും. അപ്പൊ ഞാൻ എന്തോടെ ഷോന്റെ പാർട്ട്ണറാന്നല്ലോ പോയടാ. ID വാങ്ങിയ ഞാനാണെങ്കിൽ എനിക്ക് വളക്കാനറിയാം കേട്ടോ. നല്ല വളക്കാൻ പറ്റുന്ന വളയനെ വെള്ളം നോക്കണേ. 2 1 രണ്ട് പ്ലേറ്റും ക്യാമറ കാണിക്കും. ചാറ്റ് പറ. ആരാ വിന്നർ ചാറ്റ് പറ. ഇത് മുഷറഫിന്റെ പ്ലേറ്റ്, ഇത് റാംബോന്റെ പ്ലേറ്റ്. ചാറ്റ് പറ. ഇത് തൂക്കി നോക്കണ്ട വരും. ത്രാസ് എടുത്തിട്ടോ. ബാ എടാ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തേ. ഈ ജ്യൂസെല്ലാം എടുത്ത് അപ്പുറത്തോണ്ട് പോയെ. ഈ ബർഗറോ അമ്മോ നോക്കി നിൽക്കുന്നടാ മാറി എടുത്തുകൊണ്ട് പോ. ത്രാസ് എടുക്ക്. എടാ ഇത് ജാസി കുക്ക് ചെയ്യുമ്പില്ലേ ഉള്ളി മുളക് മറ്റേ പച്ചമുളക് എല്ലാം തൂക്കിയിട്ടാന്ന് ഇടുക. പ്രൊഫഷണൽ കുക്കാ ശരിയാ. ഓക്കെ തൂക്കി നോക്ക്. കള്ളക്കളിയില്ല. ഓക്കെ വെക്ക്. ഈ ജ്യൂസ് എല്ലാം ഒന്ന് എടുത്ത് മാറ്റും മോനെ. ഓക്കെ ആദ്യമായിരുന്നു തൂക്കുന്നേ. സീറോ ആക്ക്. ആ സീറോയിലുള്ളത് ഓക്കെ വെച്ചോ. അല്ല 2 ഗ്രാം ആയിട്ടുള്ള ഇതാക്ക്. റീസെറ്റ് അടിക്ക്. ആ 0 വെച്ചോ. ആരത്? 755. ചാറ്റ് ഓർത്ത് വെച്ചോ. 755 ഗ്രാം. ആരത്? മുഷറഫിന്റെ. ഇനി റാംബോന്റെ. 755 ഇപ്പൊ അറിയാം. 745 10 ഗ്രാം വ്യത്യാസത്തില് റാംബോ വിജയിയായിരുന്നു. നമ്മളെ നട്ടകത്തിൽ വന്നിട്ട് ഒരുത്തരും കപ്പ് കൊണ്ടുപോല അല്ല റാംബോ. നിന്റെ എത്ര നോക്ക്? 745. 47 കണ്ണാണെന്നില്ല നിങ്ങൾക്ക്. അപ്പൊ 10 ഗ്രാം അല്ല. സോറി 10 അല്ല. അപ്പൊ എത്ര ഗ്രാം? 8 ഗ്രാം. സോറി 8 ഗ്രാം വ്യത്യാസത്തിൽ റാംബോ ജയിച്ചു. ഓക്കെ W റാംബോ. എല്ലാരും W റാംബോ സ്പാമേ. ഞാനും പറയണ്ട. എടാ ഊട്ടിയിലേക്ക് വന്ന് എന്താ 5000 രൂപയൊക്കെ ഊട്ടി പോയിട്ട് വരാൻ കഴിയണം. മൂന്നാറ് പോയാലാ? അല്ല മൂന്നാറൊന്നല്ല നമ്മള് പോകുന്നത്. അല്ല ആരോ വകയാ? ചെലവാരോ വകയാ? നമ്മളല്ലേ ലക്ഷദ്വീപ് ഉണ്ടോ? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ അന്ന് ഇങ്ങനെ ഉണ്ടാവും പോയിട്ട് വാ. ഞാനില്ല. ലക്ഷദ്വീപ് പോണ്ടേ? ലക്ഷദ്വീപ്. നമ്മൾ ലക്ഷദ്വീപിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ലക്ഷദ്വീപില് നല്ല സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോന്ന് പറയണം. ശ്രേയ ഇവക്ക് എന്താണ് കേറിയന്? ശ്രേയ ഐഡിയ എന്താ? ഇൻസ്റ്റാഗ്രാം
എടാ ഞാൻ പറയട്ടെ ചാറ്റ് ഒരു സംഭവം ഉണ്ട്. എടാ ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയ ചാറ്റ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മള് അടുത്ത ആഴ്ച ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് പോയത് MRG ഗ്യാങ് ഫുൾ ആയിട്ട്. ഓക്കെ, ഇവരൊന്നുമില്ല. നീ ഒന്ന് MRGയിലില്ല. ആ മൈക്ക് എടുത്ത മതി. അല്ല അത് കുഴപ്പമില്ല, തൽക്കാലം എടുക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ലക്ഷദ്വീപ് മാറ്. എല്ലാരും ആദ്യമായിട്ടാ ഞാനും ലക്ഷദ്വീപ് പോകുന്നുണ്ട് ഗൈസ്. 13-ാം തീയതി. 13-ാം തീയതിയോ? നമ്മള് അടുത്ത ആഴ്ച 8-ാം തീയതി 9-ാം തീയതി അങ്ങനെ ഞാൻ 13-ാം തീയതി ശരിക്കും പോകുന്നുണ്ടോ? എന്നാ അവിടെ നിന്ന് കാണാം. ശരി, കാര്യം പറ. ഉമ്മാണ ആ അടി ഇവനും അടുത്തേക്ക് പോകുന്നുണ്ട്. നമ്മള് ഒരാഴ്ച ആയിരിക്കും. നമ്മള് ഓൾറെഡി നമ്മള് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് 13, 14, 15, 16. നമ്മള് 9-ാം തീയതി മുതല് മിക്കവാറും ഒരാഴ്ച ഉണ്ടാവും. റിട്ടേൺ എടുത്തില്ല. ഞാൻ റിട്ടേൺ കൊടുത്തു. നമ്മള് ഷിപ്പിൽ റിട്ടേൺ അടിച്ചാലാണ് ചിന്തിക്കുന്നത്. ഷിപ്പ് അടിപൊളിയല്ലേ? ഞാൻ ഇതുവരെ ഷിപ്പിൽ കയറിയിട്ടില്ലടാ. അടിപൊളി ഷിപ്പ് കിട്ടൂലായിരിക്കും. നമുക്ക് ഷിപ്പ് കിട്ടും. എന്താ നമുക്ക് കിട്ടും. ഷിപ്പടാ ഇവിടെ. നിങ്ങൾ തിരിച്ച് ഷിപ്പിൽ വന്ന റാംബോക്ക് ഇന്റെ വക ലുലുമാളിന് എന്തും എടുക്കാം. എത്ര പൈസ? അൺലിമിറ്റഡ് പറയില്ല. ഉള്ളവരെ പറ. ആലോചിച്ച് പറ. റാംബോക്ക് ആലോചിച്ച് പറ. ഓക്കെ. എടാ നീ ഞാൻ പറയട്ടെ, നീ വെല്ലുവിളിക്കുന്നത് MRG ഗ്യാങ്ങിനോടാ. നീ ഓർക്കണം. ചാലഞ്ച് നോക്കട്ടെ. ആ പറ. ചാലഞ്ച് അനൗൺസ്. ലുലുമാളിന് റാംബോക്ക് മാത്രം തിരിച്ച് നിങ്ങൾ ഷിപ്പിലാണ് വരുന്നത് തെളിവ് എനിക്ക് ഇട്ട് തന്ന. ഞാൻ വീഡിയോ എടുക്കുക ഷിപ്പിൽ വരുന്നത്. നമ്മള് ഷിപ്പിൽ പോവുക വരുവോ ചെയ്താലേ റാംബോക്ക് ലുലുമാളിന് അല്ലല്ല ഒരു 25,000 രൂപക്ക് എന്തെടുക്കാം. ഓക്കെ, ചാലഞ്ചാണ്. ഓക്കെ ചാലഞ്ച് അക്സെപ്റ്റഡ്. MRGക്ക് ഞാൻ പറയട്ടെ, ഒന്ന് മാത്രം ഓർക്കുക, ഈ സൂര്യന്റെ താഴെയുള്ള വെള്ളത്തിൽ കിടക്കുന്ന ഈ ഷിപ്പ് എടുത്ത് മാറ്റാ. MRG ഗ്യാങ് ഷിപ്പിൽ വന്ന ഉസ്രഫ് ഊരി കാണിച്ചു. ചാലഞ്ച് അക്സെപ്റ്റഡ്. ഇവൻ പറയുന്ന ലക്ഷദ്വീപിലേക്ക് ഷിപ്പ് ഫുള്ളാന്ന്, ഷിപ്പ് കിട്ടൂല. മോനെ ഒരു ഗോള് ഒറ്റ ഗോള്. ഇവൻ പവർ അറിഞ്ഞിട്ടില്ല. മറ്റേ റോയലിന്റെ ക്രൂസ് ഷിപ്പ് കാണിക്കട്ടെ. നോക്കാം. എന്തായാലും ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. രണ്ടാമത്തെ ചാലഞ്ചും ജയിച്ചതിന്റെ ക്യാഷ് പ്രൈസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാം. നീ കൊടുക്കാം. രണ്ടാമത്തെ 10,000 ഒറ്റ ദിവസം കൊണ്ട് ചേർത്തുണ്ടാക്കി. റാംബോ ശരിയായ സാധനം. എടാ ഞാൻ സത്യം പറയട്ടെ, ഏതെങ്കിലും ഒരു ചാലഞ്ച് നീ വിൻ ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിച്ചടാ. 1,500 നിനക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. നാണക്കേടായിപ്പോയല്ലോടാ മോനെ. അതിന് എങ്ങനെ നീ നാട്ടിൽ തിരിച്ച് കാല് വെത്തും? ഇത്രയും കാലമായിട്ട് തോച്ചില്ല, അതല്ലേ വേറെ പ്രശ്നം. അതേറ്റില്ലേ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ പ്ലേറ്റ് വെയിറ്റോ പ്ലേറ്റിന്റെ ഇന്നേ വരെ ഞാൻ തോക്കാത്ത എന്റെ തോപ്പിച്ച റാംബോക്ക് പ്ലേറ്റിന്റെ വെയിറ്റ് പ്ലേറ്റിന് ഞാൻ പറയട്ടെ, രണ്ടും ഒരേ പ്ലേറ്റ് ആണ്, ഒരേ സാധനം, ഒരേ കമ്പനിന്റെ ഒരേ സെറ്റ് പ്ലേറ്റ് ആണ്. 8 ഗ്രാം വ്യത്യാസത്തിലാ ജയിച്ചേ. 8 ഗ്രാം വ്യത്യാസത്തിലോ? 8 ഗ്രാം ആലോചിച്ചാൽ മതി എത്ര ഉണ്ടാവുന്നുള്ളത്.